لله الصلاة والسلام على رسول الله وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما وعملا وتقا يا ذا الجلال والإكرام. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഉപകാരപ്രദമായ അറിവ് വർദ്ധിപ്പിച്ച് നൽകുമാറാകട്ടെ. അതനുസരിച്ച് പ്രവർത്തിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഓരോ മനുഷ്യനും അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്കുള്ള യാത്രയിലാണ്. അവൻ്റെ ജനനം മുതൽ അവൻ്റെ സഞ്ചാരം അവസാനം എത്തിച്ചേരുന്നത് റബ്ബ് സുബ്ഹാനഹു വ തആലയിലാണ്. കേവലം 20, 30, 40, 50, 60 വർഷം ദുനിയാവിൽ ചെലവഴിച്ച് ജീവിച്ച് തീർത്ത് അവസാനം എന്തിനും ഏതിനും ഒരന്ത്യമുണ്ട്. അത് റബ്ബ് സുബ്ഹാനഹു വ തആലയിലേക്കാണ്. അതുകൊണ്ടാണ് പലപ്പോഴും മുസീബത്തുകൾ ബാധിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയാൻ പറഞ്ഞത് ഇന്നാ ലില്ലാഹ്, നാം അല്ലാഹുവിൻ്റെ ഉടമസ്ഥതയിലാണ്. വ ഇന്നാ ഇലൈഹി റാജിഊൻ, നാം മടങ്ങേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്കുമാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ജീവിതം നൽകിയതാകട്ടെ അത് അവന് വേണ്ടി ഇബാദത്ത് ചെയ്യാനാണ്. വമാ ഖലഖ്തു അൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, നാം ജിന്നുകളെയും മനുഷ്യരെയും പടച്ചിട്ടില്ല എന്നെ മാത്രം ആരാധിക്കുവാൻ വേണ്ടിയല്ലാതെ. ഓരോ മുഅ്മിനിൻ്റെയും പരമപ്രധാനമായ ലക്ഷ്യം അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കുക, അവൻ്റെ സ്വർഗം കരസ്ഥമാക്കുക എന്നുള്ളതാണ്. എന്നാൽ സഹോദരങ്ങളെ, പലപ്പോഴും ആ യാത്രയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്കുള്ള യാത്രയിൽ നമ്മെ പിടിച്ചു നിർത്തുന്ന, അവനെ തൊട്ട് തെറ്റിച്ച് കളയുന്ന കാര്യങ്ങൾ അനവധിയാണ്. അതിൽ പലതും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരിചയപ്പെടുത്തി നൽകിയിട്ടുമുണ്ട്. അത്തരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് താക്കീത് നൽകാൻ പറഞ്ഞ നമ്മുടെ മനസ്സിനെ ബാധിക്കുന്ന രോഗമാണ് അല്ലേ? രോഗങ്ങളുണ്ട്, ശരീരത്തിനെ ബാധിക്കുന്ന രോഗങ്ങളുണ്ട്, മനസ്സിനെ ബാധിക്കുന്ന രോഗങ്ങളുണ്ട്. അതിലേറ്റവും കഠിനമായത് മനസ്സിനെ ബാധിക്കുന്നതാണ്. കാരണം ശരീരത്തെ ബാധിക്കുന്ന രോഗങ്ങൾ അവസാനം നമ്മെ കൊണ്ടെത്തിക്കുക മരണത്തിലേക്കാണ്. അവിടെ കഴിഞ്ഞല്ലോ, ജീവിതം കഴിഞ്ഞല്ലോ. എന്നാൽ മനസ്സിനെ ബാധിക്കുന്ന രോഗങ്ങൾ അങ്ങനെയല്ല. ഒരുപക്ഷെ അള്ളാഹുവിൻ്റെ നരകത്തിലേക്ക് തന്നെ നമ്മെ കൊണ്ടെത്തിച്ചേക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അത്തരത്തിലുള്ള രോഗങ്ങൾ രണ്ടിനങ്ങളാണ്, എല്ലാവർക്കും അറിയുന്നത് പോലെ. ഒന്ന് ശഹവത്തുകളാണ്, രണ്ടാമത്തെ ശുബഹത്തുകളാണ്. ശുബഹത്തുകൾ എന്ന് വെച്ചാൽ ദീനിൻ്റെ വിഷയത്തിലുണ്ടാകുന്ന സംശയങ്ങളാണ്. അത് ഈ കാലഘട്ടത്തിൽ ഒരുപാടുണ്ട്. താനും ഓരോരുത്തരും പേടിക്കേണ്ടതാണ്. റസൂലുകൾ പേടിച്ചിട്ടുണ്ട്, അള്ളാഹുവിനോട് കാവലിനെ ചോദിച്ചിട്ടുണ്ട്. സഹാബികൾ അപ്രകാരം തന്നെ കാവലിനെ ചോദിച്ചിട്ടുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഹജ്ജിൻ്റെ വേളയിൽ സഫായിനും മർവയ്ക്കുമിടയിൽ സഈ ചെയ്യുമ്പോൾ അദ്ദേഹം അള്ളാഹുവോട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്നാണ് ഇമാം മാലിക് അദ്ദേഹത്തിൻ്റെ മുവത്തയിൽ കൊണ്ടുവരുന്നുണ്ട്. അല്ലാഹുമ്മ അൻതൽ ഖാഇൽ, അല്ലാഹു നീയാണ് പറഞ്ഞത്, ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. വവഅദുക ഹഖ്ഖുൻ, നിന്റെ വാഗ്ദാനം സത്യമാണ്, നീ ഒരിക്കലും ലംഘിക്കൂല. അല്ലാഹുമ്മ ഇന്നി അസ്അലുക, അല്ലാഹു ഞാൻ നിന്നോട് ചോദിക്കുന്നു, കമാ ഹദൈതനി ഇലൽ ഇസ്ലാം, നീ എപ്രകാരം എന്നെ ഇസ്ലാമിലേക്ക് നയിച്ചുവോ, ഫലാ തൻസിഉഹു മിന്നി, നീ അത് എന്നിൽ നിന്ന് മൂരിയെടുക്കരുത്. ഓരോരുത്തർക്കും ഭയം വേണം. ഇബ്നു ഉമർ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസുകൾ ഏറ്റവും അധികം റിവായത്ത് ചെയ്ത സഹാബികളിൽപ്പെട്ട ഒരാളാണ്. എന്നിട്ട് കൂടി അദ്ദേഹത്തിൻ്റെ ദീനിൻ്റെ കാര്യത്തിൽ അദ്ദേഹം ഭയപ്പെടാതിരുന്നിട്ടില്ല. അള്ളാഹുവോട് കാവലിനെ ചോദിക്കുമായിരുന്നു. അപ്പോൾ ഹൃദയത്തെ ബാധിക്കുന്ന രോഗങ്ങൾ രണ്ടിനങ്ങളാണ്. ഒന്നാമത്തെ ശുബഹത്തുകളാണ്, ദീനിലുണ്ടാവുന്ന സംശയങ്ങളാണ്. ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതൊക്കെ
നമ്മൾ വിചാരിക്കാതെ തന്നെ, നമ്മൾ അനുവാദമില്ലാതെ തന്നെ നമ്മളെ മുന്നിലേക്ക് വരുന്ന കാലമാണ്. അത്തരത്തിലുള്ള കാര്യങ്ങൾ വല്ലതും മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിന് ചെവി കൊടുക്കാതിരിക്കുക. കാരണം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട് നമ്മുടെ ദീനാണ്. എന്തിനും ഏതിനും ദുനിയാവിൽ പകരം വെക്കാൻ ബാക്കിയുള്ള കാര്യങ്ങളുണ്ട്. എന്നാൽ എന്തു കൊടുത്താലും ഏത് കൊടുത്താലും അത് ദീനിന് പകരാവില്ല. ഒന്നാമത്തേത് ശുഭഹത്തുകളാണ്, രണ്ടാമത്തേത് ഷഹവത്തുകളാണ്, ശരീരത്തിൻ്റെ ദേഹേച്ഛകൾ. അതിൽപ്പെട്ട ഒരു രോഗമാണ് ഗഫ്ലത്ത് എന്ന് പറയുന്നത്, അശ്രദ്ധ ഉണ്ടാവുക എന്ന് പറയുന്നത്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ മദാരിജുസ് സാലിഖീൻ എന്ന ഗ്രന്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഉബൂദിയ്യത്ത്, അവന് വേണ്ടിയുള്ള അടിമത്തം, അതിൻ്റെ സാക്ഷാത്കാരം നടത്തുന്ന അവൻ്റെ അടിമകൾ, അവർ പല പദവികൾ കടന്നിട്ടാണ് അതിലേക്ക് എത്തുക. ഉബൂദിയ്യത്ത്, അള്ളാഹുവിൻ്റെ ഉബൂദിയ്യത്തിൻ്റെ സാക്ഷാത്കാരം എന്ന പദവിയിലേക്ക് എത്തുക. അതിൽ ഇബ്നുൽ ഖയ്യിം പറയുന്നത് ഒന്നാമത്തെ പദവി അൽ യഖ്ദ എന്നുള്ളതാണ്. അൽ യഖ്ദ, ഉണർവുണ്ടാകണം. എന്നിട്ട് അദ്ദേഹം അതിൻ്റെ താരീഫായി പറഞ്ഞു, യഖ്ദത്ത് എന്ന് വെച്ചാൽ ഇൻസിആജുൽ ഖൽബി ലിറൗഅത്തിൽ ഇൻതിബാഹി മിനൽ ഗഫ്ല. ഗഫ്ലത്തിൽ നിന്ന് മനസ്സ് ഉണർവിലേക്ക് വരികയാണ്. കാര്യങ്ങൾ അതിൻ്റെ യാഥാർത്ഥ്യത്തിൽ കാണാൻ സാധിക്കണം. ഓരോന്നിനും അതിൻ്റെ യഥാർത്ഥ വശം എന്താണോ അങ്ങനെ കാണാൻ സാധിക്കണം. അതിനാണ് യഖ്ദത്ത് എന്ന് പറയുക, ഉണർവെന്ന് പറയുക. അതിൻ്റെ നേരെ വിപരീതമാണ് ഗഫ്ലത്ത്, അശ്രദ്ധ. അല്ലേ? പലപ്പോൾ നമ്മൾ പറയണ്ട, എന്ത് ശ്രദ്ധിക്കാത്തത്, ഉണർവില്ല, മനസ്സോട് വെച്ചിട്ടല്ലേ കേൾക്കണത്. അതിനാണ് അശ്രദ്ധ എന്ന് പറയുക. സഹോദരങ്ങളെ, നമ്മൾ ഒരു പക്ഷേ നമ്മുടെ മനസ്സിലേക്ക് നോക്കുമ്പോൾ, നമ്മളിലേക്ക് നോക്കുമ്പോൾ പലർക്കും ഈ ഗഫ്ലത്ത് നന്നായി പിടിപെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും, മനുഷ്യർക്ക് അവരുടെ വിചാരണ, ഹിസാബ് അടുത്തിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, വ ഇന്നൽ ജന്നത അഖറബു ഇലൈക്കും മിൻ ശിറാകി നഅലിക്കും, നിങ്ങളുടെ ചെരുപ്പിൻ്റെ വാറിനേക്കാൾ നിങ്ങളിലേക്ക് അടുത്തതാണ് സ്വർഗം, അതുപോലെ തന്നെ നരകവും. ആലോചിച്ച് നോക്കുമ്പോൾ ശരിയാണ്. ദുനിയാവെന്ന് പറയുന്ന ഏതാനും ചില ദിനങ്ങളാണ്, ദിവസങ്ങളാണ്. പെട്ടെന്നൊരു ദിവസം മരണം നമ്മളിലേക്ക് വരുന്നു. മൻ മാറ്റ, ആരാണോ മരണപ്പെട്ടത്, ഫഖദ് ഖാമത് ഖിയാമത്തുഹു, അവൻ്റെ ഖിയാമത്ത് അവിടെ വെച്ച് തുടങ്ങിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും, ജനങ്ങൾക്ക് അവരുടെ വിചാരണ അടുത്തിട്ടുണ്ട്. ഇത് പല സ്ഥലങ്ങളിൽ അല്ലാഹു പറഞ്ഞതാണ്. യൗമ യറൗനഹു ബഈദ വനറാഹു ഖരീബ, അവർ ഖിയാമത്തിനെ വിദൂരത്തായി കാണുന്നു. വനറാഹു ഖരീബ, നാം ആകട്ടെ അതിനെ അടുത്തിട്ടാണ് കാണുന്നത്. പല സ്ഥലങ്ങളിലായി ഇത് പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബുഇസ്തു വൽ ഖിയാമത്തു കഹാതൈനി, ഞാൻ നിയോഗിക്കപ്പെട്ടു, ഖിയാമത്ത് നാളും എനിക്കും തമ്മിലുള്ള വ്യത്യാസം ഇത്രയാണ്. അതെന്താ അങ്ങനെ പറയാൻ കാരണം? അള്ളാഹുവിൻ്റെ റസൂൽ മരിച്ചിട്ട് ഇപ്പോൾ ഏകദേശം 1400 വർഷം കഴിഞ്ഞു. ഇതുവരെ ഖിയാമത്തും സംഭവിച്ചിട്ടില്ല. എന്താ അങ്ങനെ പറയാൻ കാരണം? ഒരു കാര്യത്തിൻ്റെ അധികവും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അടുത്തിട്ടുണ്ട് എന്നാണ് പറയാം. ഒരു കാര്യത്തിൻ്റെ അധികവും കഴിഞ്ഞിട്ടുണ്ട്, അങ്ങനെ ആണെങ്കിൽ അത് അടുത്തിട്ടുണ്ട് എന്നാണ് പറയുക. നമ്മളിലേക്ക് നോക്കുക, എത്ര വയസ്സായി, 80, 40, 60? അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ എത്ര? എൻ്റെ ഉമ്മത്തിൻ്റെ വയസ്സ് 60-ൻ്റെയും 70-ൻ്റെയും ഇടയിലാണ്. പകുതി കഴിഞ്ഞിട്ടുണ്ടോ? മുക്കാലായിട്ടുണ്ടോ? അടുത്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും, മനുഷ്യർക്ക് അവരുടെ വിചാരണ അടുത്തിട്ടുണ്ട്. വഹും ഫീ ഗഫ്ലത്തിൻ മുഅരിദൂൻ, അവരാകട്ടെ അശ്രദ്ധയിലായിക്കൊണ്ട് തിരിഞ്ഞു കളയുന്നവരാണ്. അള്ളാഹ് പഠിപ്പിച്ച രോഗമാണിത്, ഗഫ്ലത്ത്, അശ്രദ്ധ ഉണ്ടാവുക. അള്ളാഹിനെ കുറിച്ചുള്ള അശ്രദ്ധ, റബ്ബിൻ്റെ ദീനിനെ കുറിച്ചുള്ള അശ്രദ്ധ, അള്ളാഹുവിന് വേണ്ടിയുള്ള അമലുകളെ കുറിച്ചുള്ള അശ്രദ്ധ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കി അവൻ്റെ വിലക്കുകളെ സംബന്ധിച്ചിട്ടുള്ള അശ്രദ്ധ, എല്ലാത്തിനെ തൊട്ടും അശ്രദ്ധയിലാണ്. അവനാകെയുള്ള ശ്രദ്ധ എന്തിനാണ്? അവൻ്റെ സുഖങ്ങൾ അനുഭവിക്കുന്നതിൽ, അവനുണ്ടാവുന്ന ആസ്വാദനങ്ങൾ, അത് നന്നായി ആസ്വദിക്കാൻ അവൻ നല്ല ശ്രദ്ധ ഉണ്ട്. എന്നാൽ റബ്ബിൻ്റെ ദീനിൻ്റെ കാര്യത്തിൽ അശ്രദ്ധയിലാണ്.
ഇതെങ്ങനെ മനസ്സിലാക്കാം? നമുക്ക് അശ്രദ്ധ സംഭവിച്ചിട്ടുണ്ട്, ഈ രോഗം നമുക്കും ബാധിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ പണ്ഡിതന്മാർ ചില വഴികൾ നമുക്ക് പറഞ്ഞു നൽകുന്നുണ്ട്. ഗഫലത്തിന് ചില അടയാളങ്ങളുണ്ട്. ഈ അടയാളങ്ങൾ അത് നമ്മളിൽ ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക, നമ്മളിൽ അശ്രദ്ധ ബാധിച്ചിട്ടുണ്ട്, ഗഫലത്ത് നമ്മെ പിടിപെട്ടിട്ടുണ്ട്. ഒന്നാമത്തേതായി അവർ പറയുന്നത് അത്തകാസുലു അനി ത്വാഅത്ത്, കർമ്മങ്ങളെ തൊട്ട് പ്രവർത്തനങ്ങളെ തൊട്ട് മടിയുണ്ടാവുക, പ്രവർത്തിക്കാൻ മടിയുണ്ടാവുക. ഒരുപാട് സമയമുണ്ട്, നിസ്കരിക്കാനൊക്കെ ഒരുപാട് സമയമുണ്ട്. ഖുർആൻ ഓതാൻ നിന്ന് കഴിഞ്ഞാൽ ദിവസം വേണം 4-5 ജുസ് ഓതാൻ പറ്റും, പക്ഷെ മടി. അള്ളാഹിൻ്റെ പള്ളിയിൽ നിന്നുള്ള ബാങ്ക് കേൾക്കുന്നുണ്ട്, പള്ളിയിലേക്ക് പോകാൻ മടി. അവസാനത്തെ റക്അത്ത് വരെ കാത്തു നിൽക്കും, എന്നിട്ടാണ് പള്ളിയിലേക്ക് വരാം. ഒരുപാട് ഒഴിവ് സമയമുണ്ട്, ഖുർആൻ തുറക്കാൻ മടി. ഖുർആൻ തുറന്നു കഴിഞ്ഞാൽ തന്നെ 1, 2, 3 പേജ് വരെ പോകും, അതിൻ്റെ അപ്പുറത്തേ പോകാൻ പറ്റണില്ല, മടി. ഇത് മുനാഫിഖീങ്ങളുടെ അടയാളമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഇന്നൽ മുനാഫിഖീന യുഖാദിഊന അല്ലാഹ വഹുവ ഖാദിഉഹും. മുനാഫിഖീങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആലയെ വഞ്ചിക്കുന്നു, വഹുവ ഖാദിഉഹും, അല്ലാഹു ആകട്ടെ അവരെ വഞ്ചിക്കുന്നവരാണ്. അല്ലാഹുവിന് വഞ്ചന എന്ന സിഫത്തുണ്ട്, പക്ഷെ അത് നിരുപാധികം പറയേണ്ടതല്ല, അത് മുഖാബലായിക്കൊണ്ട് പറയേണ്ടതാണ്. അല്ലാഹു ആരെങ്കിലും വഞ്ചിക്കാൻ ശ്രമിച്ചാൽ അല്ലാഹുവിൻ്റെ വഞ്ചന തിരിച്ചുമുണ്ടാകും. അപ്രകാരമാണ് അള്ളാഹുവിൻ്റെ വഞ്ചന എന്ന് പറയുന്നത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഇദാ ഖാമു ഇല സ്വലാഹ്, അവർ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഖാമു കുസാല, മടിയന്മാരായിട്ട് നിസ്കരിക്കുക, ശ്രദ്ധയില്ല. ആദ്യം കൈ കെട്ടണ ഓർമ്മയുണ്ട്, പിന്നെ സലാം കിട്ടണത് ഓർമ്മ ഉള്ളത്. പലപ്പോഴും നമുക്ക് എപ്പോഴും മനസ്സിലാവുന്ന വെച്ചാൽ, ഇമാമ് തെറ്റിപ്പോയെന്ന് വിചാരിക്കാം. ഇമാമ് ഒന്നാമത്തെ ദശമൂതി ഇരിക്കാതെ രണ്ടാമത്തിലേക്ക് എണീച്ച് കഴിഞ്ഞു. അപ്പോഴേക്കും നമ്മളല്ല രണ്ടാമത്തെ ഇരുന്നില്ലേ. ഇനി അവസാനം ഉണ്ടേത് തന്നെ 1-2 വാക്യേ പറയാൻ ഉറപ്പുണ്ടാവുള്ളൂ, ബാക്കിയുള്ളവർക്ക് പേടിയാണ്, ഇനിയിപ്പോൾ അമ്മക്ക് തെറ്റിയതാണോ. നിസ്കാരത്തിൽ ശ്രദ്ധയില്ല, മുനാഫിഖീങ്ങളുടെ അടയാളം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അസ്ഖല സ്വലാത്തി അലൽ മുനാഫിഖീന, മുനാഫിഖീങ്ങളുടെ മേൽ ഏറ്റവും പ്രയാസമുള്ള നിസ്കാരം എന്ന് പറയുന്നത് സ്വലാത്തുൽ ഇശാഇ വ സ്വലാത്തുൽ ഫജ്ർ, ഇശാഇൻ്റെയും സുബ്ഹിയുടെയും നിസ്കാരമാണ്. വലൗ യഅലമൂന മാ ഫീഹിമ, ആ 2 നിസ്കാരങ്ങളിൽ അവർക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന പ്രതിഫലത്തെ സംബന്ധിച്ച് അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ ലഅതൗഹുമ വലൗ ഹബ്വ, മുട്ടിൽ എണ്ണിട്ടാണെങ്കിലും അവർ അതിലേക്ക് വന്നേനെ. അവരെ ഇശാഇൽ നിന്നും ഫജ്റിൽ നിന്നും തെറ്റിച്ചത് ഉറക്കാണ്. നമ്മളിലേക്ക് നോക്കുമ്പോൾ മറ്റു പല കാരണങ്ങളും നമുക്ക് കാണാൻ പറ്റും. ചിലപ്പം കച്ചവടമായിരിക്കും, അതല്ലെങ്കിൽ ജോലിയായിരിക്കും, അതല്ലെങ്കിൽ കുടുംബമായിരിക്കും. അള്ളാഹുവിൻ്റെ റസൂൽ മുനാഫിഖീങ്ങളുടെ അടയാളമായി പറഞ്ഞതാണ് നിസ്കാരത്തിലേക്ക് വരാൻ മടി കാണിക്കുക എന്നുള്ളത്. അപ്പോൾ ഒന്നാമത്തെ അടയാളം പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്ന മടിയാണ്. രണ്ടാമത്തേത് ഇസ്തിസ്ഗാറുൽ മുഹറമാത്ത്, ഹറാമുകളെ ചെറുതായി കാണാം, ഹറാമുകളെ ചെറുതായി കാണുക, ഹറാമ് ചെയ്ത് അതിനൊരു വിലയില്ലാതാവുക. നമ്മുടെ മുൻഗാമികളെ നടുവൊടിച്ച കാര്യമാണ് ഹറാമുകൾ എന്ന് പറയുന്നത്. ഒരു തിന്മ ചെയ്തതിൻ്റെ പേരിൽ തന്നെ വർഷങ്ങളോളം അവർ കരഞ്ഞതായി കാണാം. നോക്കൂ, തബൂക്ക് യുദ്ധത്തിൽ നിന്ന് 3 സ്വഹാബികൾ മാറി നിൽക്കുകയാണ്. പ്രത്യേകിച്ച് പറയത്തക്ക ഉഴ്ദറൊന്നില്ലാതെ, ഒഴിവുകഴിവൊന്നില്ലാതെ 3 സ്വഹാബികൾ തബൂക്ക് യുദ്ധത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ അവരെ പോകാൻ വിളിച്ചിട്ടുമുണ്ട്. അതിൽപ്പെട്ട ഒരു സ്വഹാബിയാണ് കഅബ് ഇബ്നു മാലിക്
രണ്ടാമത്തെ ആള് ഹിലാൽ ഇബ്നു അബി ഉമയ്യ, മൂന്നാമത്തെ വ്യക്തി മുറാറ ഇബ്നു റബിയ എന്ന 3 സഹാബിമാർ തബൂക്ക് യുദ്ധത്തിൽ നിന്ന് പിന്മാറി നിൽക്കുകയാണ്. പ്രത്യേകിച്ചുള്ള ഉദ്റൊന്നും അവർക്കില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം കഴിഞ്ഞു തിരിച്ചു വന്നു. ഇവരുടെ കൂട്ടത്തിൽ മുനാഫിഖീങ്ങളുണ്ട്. ഇവരെ പോലെ തന്നെ മുനാഫിഖീങ്ങളും യുദ്ധത്തിൽ നിന്ന് മാറി നിന്നിട്ടുണ്ട്. അപ്പം മുനാഫിഖീങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുത്ത് വന്നിട്ട് ഓരോരോ ഉദ്ർ പറയാണ്, ഒഴിവൊഴിവ് പറയാണ്. റസൂലെ ഇന്ന കാരണം കൊണ്ട് വരാതിരുന്നത്, ഇന്ന കാരണം കൊണ്ട് വരാൻ പറ്റാതിരുന്നത്. ഈ 3 സഹാബികൾ അവരാകട്ടെ അവർ സത്യം പറഞ്ഞു. പ്രത്യേകിച്ച് ന്യായമായ ഉദ്റൊന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല. അള്ളാഹുവിൻ്റെ റസൂൽ അവർക്ക് കാലതാമസം നൽകി. അള്ളാഹുവിൻ്റെ വിധി എന്താണോ അതാണ് നിങ്ങളിൽ നാം നടപ്പാക്കുക. അള്ളാഹുവിൻ്റെ വിധി അവരെ ഹജ്ർ ചെയ്യണമെന്നായിരുന്നു. ആരും അവരോട് സംസാരിക്കാൻ പാടില്ല, അവരുമായിട്ട് ഇടപാടുണ്ടാവാൻ പാടില്ല, സലാം പറഞ്ഞാൽ മടക്കാൻ പോലും പാടില്ല എന്നതാണ് അള്ളാഹുവിൻ്റെ വിധി. ഇതിൽ ഹിലാൽ ഇബ്നു അബി ഉമയ്യ അദ്ദേഹം വൃദ്ധനായ വ്യക്തിയാണ്, വൃദ്ധനായ സഹാബിയാണ്. ഭാര്യയുടെ പരസഹായമില്ലാതെ കാര്യങ്ങൾ നിർവഹിക്കുക എന്നുള്ളത് അദ്ദേഹത്തെ കൊണ്ട് സാധിക്കുന്നതല്ല. അങ്ങനെ ഹിലാലിൻ്റെ റളിയല്ലാഹു അൻ സായിരി സഹാബ, ഹിലാലിൻ്റെ ഭാര്യ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, ഹിലാലിൻ്റെ കാര്യത്തിൽ എനിക്ക് നിങ്ങളൊരു സാവകാശം തരണം, എനിക്കെങ്കിലും അദ്ദേഹത്തെ സഹായിക്കാൻ ഉള്ള അനുവാദം നിങ്ങൾ നൽകണം. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ ഹിലാലിൻ്റെ കാര്യം ചോദിച്ചു. അദ്ദേഹത്തിൻ്റെ ഭാര്യ പറയാണ്, മാജാല യബ്കി മുൻദു മാ കാന മിൻഹു മാ കാൻ, അദ്ദേഹത്തിൽ നിന്ന് സംഭവിച്ചത് അതിനുശേഷം ഇതുവരെ കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഒരു തെറ്റിൻ്റെ പേരിലാണ്. നമ്മളൊന്ന് ബാക്കോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എണ്ണാൻ സാധിക്കുമോ? അൽമർ അൽ ഖാമിദിയ എന്ന സ്ത്രീയുണ്ട്. വ്യഭിചാരത്തിൽ അകപ്പെട്ടു പോയ സ്ത്രീയാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കലേക്ക് തൻ്റെ കാര്യത്തിൽ അള്ളാഹുവിൻ്റെ ശിക്ഷ നടപ്പാക്കണം എന്ന ആവശ്യവുമായിട്ടാണ് സ്ത്രീ വരുന്നത്. വേറെ ആരും കണ്ടിട്ടില്ല. പക്ഷെ അവിടുന്ന് മനസ്സിലാക്കി ദുനിയാവിലെ ശിക്ഷ ആഖിറത്തിലെ ശിക്ഷയേക്കാൾ എത്രയോ ലഘുവാണെന്ന്. അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കിലേക്ക് വന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലിന് ആവശ്യം ഉന്നയിക്കുകയാണ്, വ്യഭിചരിച്ചിട്ടുണ്ട്, അള്ളാഹുവിൻ്റെ ശിക്ഷ നടപ്പാക്കണം. അപ്പോൾ സ്ത്രീ അൽമർ അൽ ഖാമിദിയ അവിടുന്ന് ഗർഭിണിയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ തിരിച്ചയച്ചു, പ്രസവിച്ചിട്ട് തിരിച്ചു വരാൻ പറഞ്ഞു. പ്രസവത്തിൻ്റെ കാലതാമസം എത്ര? 9 മാസമാണ്. അതിൽ കൂടിയേക്കാം. 9 മാസം കഴിഞ്ഞ് ആ കുട്ടിയെ പ്രസവിച്ചിട്ട് പിന്നെയും ആ സ്ത്രീ തിരിച്ചു വരികയാണ്. 9 മാസം ചിലപ്പോൾ നമ്മൾ ചില തിന്മകൾ ചെയ്ത് കഴിഞ്ഞാൽ ദിനങ്ങളിങ്ങനെ പോകുമ്പോൾ നമുക്ക് അതിൻ്റെ ഗൗരവം കുറഞ്ഞുകൊണ്ട് വരും. ഫസ്റ്റ് ഒരു തിന്മ ചെയ്ത് തന്നെ നമുക്ക് വല്ലാത്ത വിഷമം ഉണ്ടാവും, ചെയ്തു പോയി, അള്ളാഹുവിനെ ധിക്കരിച്ചു പോയി. പക്ഷേ ദിനങ്ങളിങ്ങനെ പോകുമ്പോൾ ആ തിന്മയുടെ ഗൗരവം നമ്മുടെ മനസ്സിൽ നിന്ന് പോയിട്ടുണ്ടാകും. പക്ഷേ 9 മാസം ഈ തിന്മയുടെ വേദന പേറിക്കൊണ്ട് നടന്നു സ്ത്രീ. എന്നിട്ട് പിന്നെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കൽ വന്നു. അള്ളാഹുവിൻ്റെ റസൂലിനോട് പറഞ്ഞു, ശിക്ഷ നടപ്പിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ കുട്ടിയുടെ മുല കൂടി മാറട്ടെ, എന്നിട്ടാവാം. 2 വർഷക്കാലം വീണ്ടും ആ തിന്മയുടെ ആ പാപത്തിൻ്റെ സങ്കടം ആ സ്ത്രീ പേറിക്കൊണ്ട് നടന്നു. 2 വർഷത്തിന് ശേഷം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കലേക്ക് വീണ്ടും വന്നു, അള്ളാഹുവിൻ്റെ റസൂലെ ശിക്ഷ നടപ്പിലാക്കണം. അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ ശിക്ഷ നടപ്പിലാക്കുകയാണ്. 2-3 വർഷം ഒരു തിന്മയുടെ വേദനയും പേറിയിട്ടാണ് സ്ത്രീ നടന്നത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നൽ മുഅ്മിന യറാ ദുനൂബഹു കഅന്നഹു ഖാഇദുൻ തഹ്ത ജബലിൻ യഖാഫു അൻ യുഖ്തഅ അലൈഹി. ഒരു മുഅ്മിൻ അവൻ്റെ പാപങ്ങളെ കാണുക ഒരു പർവ്വതം പോലെയാണ്, അവനിലേക്ക് പതിക്കാനിരിക്കുന്ന പർവ്വതം പോലെ. വ ഇന്നൽ ഫാജിറ, എന്നാൽ ഒരു താന്തോന്നി, യറാ ദുനൂബഹു, അവനവൻ്റെ പാപങ്ങളെ കാണുക കദുബാബിൻ മറ അലാ അൻഫിഹി, അവൻ്റെ മൂക്കിലേക്ക് വന്ന ഒരു ഈച്ചയെ പോലെയാണ്. അങ്ങനെ ഈച്ചയെ തട്ടിക്കളഞ്ഞു. ഇത്ര ലാഘവത്തോടു കൂടിയാണ് ഒരു താന്തോന്നി, ഒരു ഫാജിർ അവൻ്റെ തിന്മകളെ കാണുക. എന്നാൽ ഒരു മുഅ്മിൻ അവനിലേക്ക് പതിക്കാനിരിക്കുന്ന
പർവ്വതത്തെ പോലെയാണ്. ഇത് നമുക്ക് നമ്മുടെ സ്ഥലവുമായിട്ട് നന്നായിട്ട് ബന്ധിപ്പിക്കാൻ പറ്റും. ഉരുൾപൊട്ടുന്ന സമയത്ത് ആളുകൾക്കുണ്ടായിരുന്ന ഭയം എത്രയാണ്. അവരുടെ വീടുകളൊക്കെ വിട്ടിട്ട് എല്ലാവരും തിങ്ങി പാർക്കുന്ന ഒരു സ്കൂളിൽ പോയിട്ടാണ് കഴിഞ്ഞത്. പേടിയായിരുന്നു, നാളെയോ മറ്റന്നാളോ ആ പർവ്വതം അത് നമ്മുടെ മുകളിലാവുമെന്ന്. ഒരു മുഅ്മിൻ അവൻ്റെ തിന്മകളെ കാണുക പ്രകാരമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു നൽകുമാറാകട്ടെ. മൂന്നാമത്തെ അടയാളം ഉൽഫുൽ മഅസിയതി വ മഹബ്ബതുഹാ. പാപങ്ങളോടൊരു ഇഷ്ടം ഉണ്ടാവുക, പാപങ്ങളോടൊരു സ്നേഹം ഉണ്ടാവുക, മനസ്സിൽ പാപങ്ങളോടൊരു ഇഷ്ടം ഉണ്ടാവുക. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ പാപങ്ങൾ ചെയ്ത് ആദ്യമൊക്കെ ആളുകളുടെ മുന്നിൽ ചെയ്യാൻ നമുക്കൊരു ഭയം ഉണ്ടാവും, പേടിയുണ്ടാകും. പക്ഷെ അങ്ങനെ പാപങ്ങൾ നമ്മുടെ മനസ്സിനോട് ഇണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ ഭയവും മാറും. അതുകൊണ്ട് ചില ആളുകൾ നോക്കി നമ്മൾ മനസ്സിനാലോചിക്കാറുണ്ട്, എങ്ങനെ അവർക്ക് ഇതൊക്കെ ആളുകളുടെ മുന്നിൽ ചെയ്യാൻ സാധിക്കുന്നു. പാപം ചെയ്ത് ആളുകൾ അവനെക്കുറിച്ച് മോശം പറയും എന്നതുപോലും മറന്നുപോയി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അദ്ദേഹം പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു ഉമ്മത്തി മുആഫ, എൻ്റെ ഉമ്മത്തിൽ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു നൽകും, ഇല്ലൽ മുജാഹിരീൻ, ആ പാപങ്ങൾ പ്രത്യക്ഷമായി ചെയ്യുന്നവനൊഴികെ, ആളുകളുടെ മുന്നിൽ ചെയ്യാൻ നാണമില്ലാത്തവനൊഴികെ. ഇങ്ങനെ പാപം ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് അവൻ്റെ പാപത്തിനൊരു ഗൗരവം കാണൂല, ലാഘവത്തോടെ അവൻ കാണാം. ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തുഅറദുൽ ഫിതനു അലൽ ഖുലൂബ്, ഹൃദയങ്ങൾക്ക് മുകളിൽ ഫിത്നകൾ, പ്രശ്നങ്ങൾ, കുഴപ്പങ്ങൾ, ഹറാമുകൾ പ്രവേശിച്ചുകൊണ്ടേയിരിക്കും. കൽ ഹസീരി ഊദൻ ഊദ, ഒരു പായ, ആ പായലുണ്ടാകുന്ന അതിൻ്റെ നാരുകൾ അതെപ്രകാരമാണോ അടക്കി വെച്ചത് അതുപോലെ ഹൃദയത്തിലേക്ക് ഹറാമുകൾ, ഫിത്നകൾ കടന്നുകൊണ്ടേയിരിക്കും. ഫഅയ്യു ഖൽബിൻ ഉശിറ ബിഹാ നുകിത ഫീഹി നുക്തതുൻ സൗദാ, ആരാണോ അതിൽ ഒരു ഫിത്നയെ തന്നിലേക്ക് പ്രവേശിക്കാൻ അനുവാദം നൽകിയത്, തൻ്റെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കാൻ അനുവാദം നൽകിയത്, നുകിത ഫീഹി നുക്തതുൻ സൗദാ, അവൻ്റെ ഖൽബിൽ, ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി വീഴും. ഹറാമുകൾ എത്ര ചെറുതാണെങ്കിലും, ഒരു കളവല്ലേ, ഒരു ചെറിയ പറ്റിക്കലല്ലേ, ചെറിയ ചതിയല്ലേ, ചെറുതായിട്ടൊന്ന് ഹറാമ് കാണുന്നല്ലേ ഉള്ളൂ, ഒരു സ്ത്രീയല്ലേ നോക്കിയിട്ടുള്ളൂ. ഹറാമുകൾ എത്ര ചെറുതാണെങ്കിലും നുകിത ഫീഹി നുക്തതുൻ സൗദാ, ഒരു കറുത്ത പുള്ളി അവൻ്റെ ഹൃദയത്തിൽ വീഴുന്നതാ. വഅയ്യു ഖൽബിൻ അൻകറഹാ, ആരാണോ ആ ഫിത്നകളെ, ഹറാമുകളെ ഒഴിവാക്കിയത്, വെടിഞ്ഞത്, നുകിത ഫീഹി നുക്തതുൻ ബൈദാ, അവൻ്റെ ഖൽബ് വെളുത്ത ഖൽബായി മാറും, പ്രകാശിക്കുന്ന ഖൽബായി മാറും. ഹത്താ തസീറ അലാ ഖൽബൈൻ, അങ്ങനെ മനുഷ്യരുടെ ഹൃദയങ്ങൾ രണ്ട് തരം ഹൃദയങ്ങളായി മാറും. അലാ അബിയദ മിസ്ലു അസ്സഫാ ഫലാ തദുറുഹു ഫിത്നതുൻ മാദാമതി അസ്സമാവാതു വൽ അർദ്, ഒരു വിഭാഗം മനുഷ്യരുടെ ഖൽബ് വെള്ളാരം കല്ല് പോലെയാ, അവനിലേക്ക് ഒരു ഫിത്നയും പ്രവേശിക്കൂല. എത്ര ഹറാമുകൾ കണ്ടാലും അവനതിലേക്ക് തിരിഞ്ഞു നോക്കുകയില്ല. കാരണം ഹറാമുകൾ ആദ്യം വന്ന സമയത്ത് അവനതിനെ വെടിഞ്ഞിട്ടുണ്ട്, അവനതിലേക്ക് തിരിഞ്ഞിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആലോചിച്ച് അവൻ ക്ഷമിച്ചിട്ടുണ്ട്. വൽ ആഖർ, എന്നാൽ രണ്ടാമത്തെ വിഭാഗം അസ്വദ്, അത് കറുത്തിരുണ്ടതാ. കൽകൂസി മുജഖിയൻ, എപ്രകാരം എന്ന് വെച്ചാൽ വെള്ളത്തിലേക്ക് ഒരു പാത്രം കമത്തി വെച്ച് പ്രവേശിപ്പിച്ച് എങ്ങനെ ഉണ്ടാവും, അതിലേക്ക് വെള്ളം കയറൂല. അതുപോലെയാണ് അല്ലാഹു റസൂൽ പറയുന്നു, ലാ യഅരിഫു മഅറൂഫ, അവൻ നന്മ കണ്ട നന്മയാണെന്ന് മനസ്സിലാക്കുകയില്ല. വലാ യുൻകിറു മുൻകറ, തിന്മ കണ്ടാൽ അതിനോട് പ്രതികരിക്കാനും അവന് ശേഷി ഉണ്ടാവുകയില്ല. മൂന്നാമത്തെ അടയാളം മഅസിയത്തുകളോട്, പാപങ്ങളോട് ഒരു മഹബ്ബത്ത് ഉണ്ടാവുക എന്നുള്ളതാണ്. നാലാമത്തേത് തദ്യീഉൽ വഖ്തി മിൻ ഗൈരി ഫായിദ, ഒരു ഉപകാരവുമില്ലാതെ സമയം ചെലവഴിക്കുക. ഒന്നിലുമല്ലാതെ, ഒരു ഉപകാരമില്ലാതെ സമയം ചെലവഴിച്ചു കൊണ്ടേയിരിക്കുക.
അതൊരു ഗാഫിൽ നിന്ന് മാത്രമേ, അശ്രദ്ധയുള്ള ഒരാളിൽ നിന്ന് മാത്രമേ സംഭവിക്കുകയുള്ളൂ. സമയത്തിൻ്റെ വില മനസ്സിലാവായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ, യാ ഇൻസാൻ, മനുഷ്യ, ഇന്നമ അൻത മജ്മൂഉൻ മിനൽ അയ്യാം, നീ എന്ന് വെച്ചാൽ കുറച്ച് ദിവസങ്ങൾ കൂടിച്ചേർന്നത് മാത്രമാണ്. ഇദാ ദഹബ ബഅദുഹാ, കുറച്ച് ദിനങ്ങൾ കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ ദഹബ ബഅദുക്, നിൻ്റെ കുറച്ചും പോയിട്ടുണ്ട്. കുറച്ച് ദിനങ്ങൾ നിന്നിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നീ കുറച്ച് തീർന്നിട്ടുണ്ടെന്നാണ്. ഇങ്ങനെ സമയം അല്ലാഹു സുബ്ഹാനഹു വ തആല ധിക്കരിക്കുന്നതിൽ, അവനിഷ്ടമില്ലാത്ത കാര്യത്തിൽ നാം ചെലവഴിച്ചു കൊണ്ടിരുന്നാൽ അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് ഹറാമാണ്. ഇന്ന് എത്ര കാര്യങ്ങളാണ്. ഒരുവൻ എങ്ങനെ സമയം ചെലവഴിക്കേണ്ടതെന്ന് അറിയില്ല. അവനാകെ അറിയാം ഫോൺ എടുത്തിട്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ മാത്രം. ഒഴിവുള്ള സമയത്ത് ആകെ അവൻ അറിയാവുന്നത് മൊബൈൽ ഫോണിൽ സമയം ചെലവഴിക്കുന്നത് മാത്രമാണ്. അങ്ങനെ നഷ്ടപ്പെടുന്ന സമയങ്ങൾ എത്രയാണ്. അതിലൂടെ നാം കാണുന്ന ഹറാമുകൾ എത്രയാണ്. ആദ്യം തുടങ്ങിയത് ചെറിയ എന്താ പറയുക, മ്യൂസിക്കല്ല, അങ്ങനെയുള്ള കാര്യത്തിലാണ്. പിന്നീട് എത്തിപ്പെട്ടത് മ്യൂസിക്കിലേക്കാണ്. പിന്നീട് സംഗീതം പോലും അവൻ ഹറാമല്ലാതായി മാറി. ആദ്യം കണ്ടു തുടങ്ങിയത് ഒരു സ്ത്രീയുടെ മുഖം മാത്രമാണ്. പിന്നീട് ഹറാമുകൾ കാണുന്നതിലേക്ക് അവനെത്തി. ഇതൊക്കെ സ്റ്റെപ്പാണ്, പടിപടിയായിട്ടാണ്. അതുകൊണ്ടാണ് ഉലമാക്കൾ ശൈത്താനിൻ്റെ ഒരു മനുഷ്യനെ വഞ്ചിക്കാൻ, ഒരു മനുഷ്യനെ വഴികേടിലേക്കാക്കാൻ ശൈത്താൻ സ്വീകരിക്കുന്ന 7 വഴികളെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതിലൊന്ന് പറഞ്ഞത് മുബാഹായ കാര്യത്തിൽ അനുവദനീയമായ കാര്യം ഈ മനുഷ്യന് വേണ്ടി, മുസ്ലിമിന് വേണ്ടി ശൈത്താൻ തുറന്നു കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ തുറന്നു കൊടുത്താൽ അതിലൂടെ 2 ഉപദ്രവങ്ങളാണുള്ളത്. ഒന്നാമത്തേത്, ആ സമയം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് വളരെ വിലപ്പെട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അവനെ അടുപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യേണ്ട സമയമാണത്. പക്ഷേ ഇതിലൂടെ ശൈത്താൻ അവൻ്റെ സമയത്തെ കളയുന്നു. രണ്ടാമത്തേത്, ഒരിക്കലും ഒരു മനുഷ്യൻ ഒരു കാര്യത്തിൽ ഉറച്ചു നിന്നാൽ അതിൻ്റെ പിന്നിലേക്ക് പോവില്ല. അടുത്ത സ്റ്റെപ്പ് അതിൻ്റെ മുന്നിലേക്കാണ്, അടുത്ത സ്റ്റെപ്പ് ഹറാമിലേക്കാണ്. അതുകൊണ്ടാണ് പല പണ്ഡിതന്മാരും പറഞ്ഞത്, ഇജ്അൽ ബൈനക വബൈനൽ ഹറാമി ഹലാല, നിനക്കും ഹറാമായ കാര്യത്തിനും ഇടയിൽ നീ ഒരു ഹലാൽ വെക്കണം. ഒരിക്കലും അടുത്ത സ്റ്റെപ്പ് ഹറാമായ കാര്യം ആവരുത്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു, ലാ യബ്ലുഗുൽ മുഅ്മിനു ദറജത തഖ്വ, ഒരു മുഅ്മിൻ തഖ്വ എന്ന ദറജയിലേക്ക്, പദവിയിലേക്ക് ഉയരുകയില്ല, ആ പദവി കരസ്ഥമാക്കാൻ അവനെ കൊണ്ട് സാധിക്കുകയില്ല. ഹത്താ യദഅ മാ ലാ ബഅസ ബിഹി മഖാഫത മാ ബഅസ ബിഹി, ഹറാം ഭയന്നുകൊണ്ട് ഹലാൽ ഒഴിവാക്കുന്നത് വരെ ഒരു മനുഷ്യൻ തഖ്വയുടെ പദവിയിലേക്ക് എത്തുകയില്ല. അടുത്തതും മനസ്സിലാക്കും, അടുത്ത സ്റ്റെപ്പ് ഹറാമാണ്. അങ്ങനെ ഹലാലായ കാര്യത്തെ ഒഴിവാക്കുന്നത് വരെ ഒരു മുഅ്മിൻ തഖ്വയുടെ ദറജയിലേക്ക് എത്തുകയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ സമയം അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടിയുള്ള കർമ്മങ്ങളിൽ നാം ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. വെറുതെ ബാക്കിയുള്ള മനുഷ്യരുടെ വീട്ടിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, അവരിന്ന് ഇവിടുന്ന് ഫുഡ് കഴിച്ചത്, അവരിന്ന് എത്ര മണിക്ക് കിടന്നുറങ്ങിയത്, നമുക്ക് നോക്കാനുള്ളത് മാത്രമാണ്. പുതിയ ഹോട്ടലുകൾ എവിടേക്കാണ് തുറന്നത്, അവിടുത്തെ ഫുഡ് എങ്ങനെയാണ്, ഇത് നമ്മുടെ മനസ്സിലേക്ക് വല്ലാതെ കടന്നുകൂടിയിട്ടുണ്ട്. ഇത് കാരണം നമ്മൾ അള്ളാഹുവിനെ വല്ലാതെ മറന്നിട്ടുണ്ട്. ഇതിൻ്റെ ഗൗരവം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ഈ വക കാര്യങ്ങളാണ് നമ്മളിൽ ഗഫ്ലത്ത് ബാധിച്ചിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാനുള്ള മാർഗങ്ങൾ. ശരി, എങ്ങനെയാണ് ഗഫ്ലത്ത് എന്ന രോഗം, അശ്രദ്ധ എന്ന രോഗം നമ്മെ ബാധിക്കുന്നത്? അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ കാരണം അൽ ജഹ്ലു ബില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തൊട്ടുള്ള അജ്ഞതയാണ്. അള്ളാഹുവിനെ തൊട്ട് അവൻ അറിവില്ല. ഒരു വ്യക്തിയെക്കുറിച്ച് അറിഞ്ഞാൽ മാത്രമേ
അവന് കൊടുക്കേണ്ട ഗൗരവവും അവന് കൊടുക്കേണ്ട ബഹുമാനവും നമുക്കൊണ്ട് കൊടുക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് ദുനിയാവിൻ്റെ കാര്യത്തിൽ നല്ല മർത്തബയുള്ള നല്ല സ്ഥാനത്തുള്ള ഒരാളാണെങ്കിൽ അവരുടെ അടുക്കൽ നന്നായി നിൽക്കാൻ നമ്മളെപ്പോഴും ശ്രദ്ധിക്കും. നല്ല വേഷത്തിലാകാൻ, അശ്രദ്ധയിലല്ലാതിരിക്കാൻ നമ്മളെപ്പോഴും ശ്രദ്ധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആലയെക്കുറിച്ച് അറിയാത്തൊരു വ്യക്തിക്ക് മാത്രമേ അശ്രദ്ധ വന്നു ഭവിക്കുകയുള്ളൂ. അള്ളാഹുവിൻ്റെ ഇസ്മുകളെക്കുറിച്ച് അവൻ മനസ്സിലാക്കും, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെക്കുറിച്ച് അവൻ മനസ്സിലാക്കും. അള്ളാഹു അലീമാണ്, അവനെല്ലാം കാണുന്നവനാണ്. ഏതേത് കൂരിരുട്ടിലും എൻ്റെ പ്രവർത്തനങ്ങളെ നന്നായി വീക്ഷിക്കുന്നവനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. എൻ്റെ ഖൽബിൻ്റെ ചിന്തകൾ പോലും, എൻ്റെ കണ്ണിൻ്റെ കട്ടുനോട്ടങ്ങൾ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നുണ്ട്. യഅലമു ഖായിനതൽ അയുനി വമാ തുഖ്ഫി സുദൂർ. കണ്ണിൻ്റെ കട്ടുനോട്ടങ്ങളും ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെക്കുന്ന കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നവനാണ് എന്ന് മനസ്സിലാക്കിയ ഒരു മുഅ്മിനെ പിന്നെ എങ്ങനെയാണ് ഹറാമിലേക്ക് അവൻ ചാഞ്ഞു വീഴുക? അള്ളാഹുവെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ്, അജ്ഞതയാണ് ഒരുവനെ അശ്രദ്ധയിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചത്, ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാകുമോ? ഒരിക്കലും സമമാകില്ല. അറിവുള്ളവൻ ഇനി വല്ല ഹറാം അവനിൽ വന്നുപോയാലും ആ ഹറാമുകൾ എങ്ങനെയാണ് ജീവിതത്തിൽ നിന്ന് പോക്കേണ്ടത്, എപ്രകാരമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഗ്ഫിറത്ത് നേടിയെടുക്കേണ്ടത് എന്നവൻ മനസ്സിലാക്കിയിട്ടുണ്ടാകും. ആ വഴികൾ അവൻ സ്വീകരിക്കും. അങ്ങനെ ഹറാമുകളെ കൂടി അവൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കും. എന്നാൽ അള്ളാഹുവിനെ കുറിച്ച് അറിയാത്തവൻ അവൻ ഈ ഹറാമിൽ നിൽക്കുകയില്ല, ഈ ഹറാമിനെ തൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാനുള്ള മാർഗം സ്വീകരിക്കുകയില്ല. രണ്ടാമത്തേത് തിന്മകളാണ്. നാം നേരത്തെ പറഞ്ഞതുപോലെ തിന്മകൾ ചെയ്ത് ഒരുവന് പിന്നീട് നന്മ ഏതാണ് തിന്മ ഏതാണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു പോകും. നേരത്തെ പറഞ്ഞ ഹദീസിൻ്റെ ബാക്കി ഭാഗമായി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് കൂടി പാരായണം ചെയ്യുന്നുണ്ട്. കല്ല, എന്നാൽ കാര്യം അപ്രകാരമല്ല. ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. അവർ പ്രവർത്തിച്ചത് നിമിത്തമായി അവരുടെ ഖൽബുകളിൽ കാഠിന്യമുണ്ടായിരിക്കുന്നു. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറഞ്ഞു, ഇന്ന ലിൽ ഹസനതി ദിയാഅൻ ഫിൽ വജ്ഹ്. ഒരു നന്മ ചെയ്യുന്നതിന് മുഖത്ത് ഒരു പ്രസന്നതയുണ്ടാകും. ഒരു നന്മ ചെയ്തു കഴിഞ്ഞാൽ അതിന് മുഖത്തൊരു പ്രസന്നതയുണ്ടാകും ആ നന്മ കാരണമായി. വനൂറൻ ഫിൽ ഖൽബ്, അവൻ്റെ ഖൽബിൽ പ്രകാശമുണ്ടാകും. വസഅദൻ ഫിൽ റിസ്ഖ്, അവൻ്റെ ഉപജീവനത്തിൽ വിശാലതയുണ്ടാകും. വഖുവ്വതൻ ഫിൽ ബദൻ, അവൻ്റെ ശരീരത്തിൽ ആരോഗ്യമുണ്ടാകും. വമഹബ്ബതൻ ഫി ഖുലൂബിൽ ഖൽഖ്, സൃഷ്ടികളുടെ ഇടയിൽ അവനോടൊരു ഹുബ്ബുണ്ടാകും, മഹബ്ബത്തുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇട്ട് നൽകും. ഖൽബുകൾ അല്ലാഹുവിൻ്റെ കയ്യിലാണ്, അല്ലാഹുവിൻ്റെ വിരലുകൾക്കിടയിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹബ്ബത്ത് കരസ്ഥമാക്കാൻ, അവൻ്റെ ഇഷ്ടം കരസ്ഥമാക്കാൻ നാം പ്രയത്നിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങളുടെ ഖൽബിൽ നമ്മോടുള്ള ഹുബ്ബിട്ട് കൊടുക്കും. ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി, ഒരു അടിമ അവൻ സുന്നത്തായ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഇഷ്ടപ്പെടുന്നത് വരെ. ഫൈദാ അഹബ്ബഹുല്ലാഹ്, അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നാദാ ജിബ്രീല, അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീലിനെ വിളിക്കും. എന്നിട്ട് ജിബ്രീലിനോട് പറയും, ഇന്നി അഹ്ബബ്തു ഫുലാനൻ ഫഅഹ്ബിബ്ഹു. ജിബ്രീലെ, ഞാൻ ഇന്ന വ്യക്തിയെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് നീയും അവനെ ഇഷ്ടപ്പെടുക. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവനെ ഇഷ്ടപ്പെടും. എന്നിട്ട് ആകാശലോകത്തുള്ള മലായികത്തുകളുടെ അടുക്കലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചെല്ലും. എന്നിട്ട് അവരോട് പറയും, ഇന്നല്ലാഹ അഹബ്ബ ഫുലാന, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന വ്യക്തിയെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു, ഫഅഹിബ്ബൂഹ്, അതുകൊണ്ട് നിങ്ങളും അവനെ ഇഷ്ടപ്പെടുക. സുമ്മ യൂദഉ ലഹു അൽ ഖബൂലു ഫിൽ അർദ്, അങ്ങനെ അവന് വേണ്ടി ഭൂമിയിൽ സ്വീകാര്യത നൽകപ്പെടും.
ജനങ്ങളുടെ ഇടയിൽ അവന് സ്വീകാര്യത ഉണ്ടാകും. എന്നിട്ട് ഇബ്നു അബ്ബാസ് പറയുന്നു, വഇന്ന ലിസ്സയ്യിഅതി, ഒരു തിന്മയ്ക്ക് സവാദൻ ഫിൽ വജ്ഹ്, ഒരു തിന്മ ചെയ്തു കഴിഞ്ഞാൽ അത് മുഖത്ത് പ്രകടമാകും. വദുൽമതൻ ഫിൽ ഖൽബ്, അവൻ്റെ ഹൃദയത്തിൽ അന്ധത ഉണ്ടാകും, ഇരുട്ടുണ്ടാകും. വവഹ്നൻ ഫിൽ ബദൻ, അവൻ്റെ ശരീരത്തിൽ ആരോഗ്യമുണ്ടാവുകയില്ല. വനഖ്സൻ ഫിർ റിസ്ഖ്, അതുപോലെ തന്നെ അവൻ്റെ ഉപജീവനത്തിൽ കുറവുണ്ടാകും. വബുഗ്ദൻ ഫി ഖുലൂബിൽ ഖൽഖ്, സൃഷ്ടികളുടെ ഇടയിൽ അവനോട് വെറുപ്പുണ്ടാകും. ആളുകൾ എത്ര തന്നെ അവൻ്റെ മുന്നിൽ നിന്ന് വലിയ ആളാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അവനൊന്ന് തെറ്റിക്കഴിഞ്ഞാൽ ആളുകൾ അവനെക്കുറിച്ച് വെറുപ്പുള്ള വാക്കുകൾ പറയാൻ തുടങ്ങും. തിന്മകളെന്ന് പറയുന്നത് നമ്മെ അശ്രദ്ധയിലേക്ക് കൊണ്ടെത്തിക്കുന്ന കാര്യമാണ്. മൂന്നാമത്തേത് സഹോദരങ്ങളെ, അശ്രദ്ധയുള്ള ആളുകളുടെ കൂടെ നാം ഇരിക്കുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെക്കുറിച്ച് ആലോചിക്കാത്ത, അവൻ്റെ നിയമങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും വില നൽകാത്ത ആളുകളുടെ കൂടെ ഇരിക്കുക എന്നുള്ളതാണ്. അവരുടെ കൂടെ കൂട്ടുകൂടുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വയൗമ യഅദ്ദു الظാലിമു അലാ യദൈഹി, അക്രമകാരി ളാലിമായ മനുഷ്യൻ ഖിയാമത്തിൻ്റെ നാളിൽ തൻ്റെ വിരൽ കടിക്കും. യഖൂലു, അവൻ പറയുന്നത് എന്താണ്? യാ ലൈതനി ഇത്തഖദ്തു മഅ റസൂലി സബീല, എൻ്റെ നാശമേ, ഞാൻ എൻ്റെ റസൂലിൻ്റെ വഴി സ്വീകരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. യാ വൈലത, എൻ്റെ നാശമേ, ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല, ഇന്ന വ്യക്തി ഞാൻ എന്തുകൊണ്ട് എൻ്റെ കൂട്ടുകാരനായി സ്വീകരിച്ചില്ല. അവനെ കൂട്ടുകാരനായി സ്വീകരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് ഓരോ വാലിമീങ്ങളും അവിടെ നിന്ന് വിരൽ കടിച്ചുകൊണ്ട് പറയുമെന്നാണ്. സഹോദരങ്ങളെ, ഇന്നിൻ്റെ കാലത്തിൽ നാം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട, ഒരുപക്ഷെ നമ്മുടെ കൂട്ടുകാരേക്കാൾ നമ്മോട് അടുത്ത് നിൽക്കുന്ന നമ്മുടെ കാര്യമാണ് നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോണുകൾ. അതിനെപ്പോഴും ഒരു പരിധി വെക്കാൻ നമ്മെക്കൊണ്ട് സാധിക്കേണ്ടതുണ്ട്. എപ്പോഴും അതിന് ഒരു സമയപരിധി വെക്കാൻ നമ്മെക്കൊണ്ട് സാധിക്കണം. നമ്മുടെ ദിവസത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഇതിലൂടെ കടന്നു പോകുന്ന ഒരവസ്ഥ നമുക്കുണ്ടായിക്കൂടാ. അത് നമ്മെ കൊണ്ടെത്തിക്കുന്ന തീരാ നഷ്ടത്തിലേക്കാണ്. നമ്മുടെ മക്കളുടെ കാര്യവും അതുപോലെ തന്നെ നാം ശ്രദ്ധിക്കണം. അവർ ആരുടെ കൂടെയാണ് കൂട്ടുകൂടുന്നത്? നല്ല കൂട്ടുകെട്ട് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ നാം നന്നായി ശ്രദ്ധ കാണിക്കണം. സാലിഹ് സിന്ദി ഹഫിളഹുല്ലാ അദ്ദേഹത്തിൻ്റെ ഒരു കിതാബിൽ പറയുന്നത് ഇപ്രകാരമാണ്: മക്കളെ ഇത്തരത്തിലുള്ള ശുഭഹത്തുകളിൽ നിന്ന് രക്ഷിക്കാനുള്ള വഴികൾ പറയവേ അദ്ദേഹം പറഞ്ഞു, അതിലൊരു വഴിയായിട്ടുള്ളത് നല്ല കൂട്ടുകെട്ടുണ്ടാവുക എന്നുള്ളതാണ്. ആ നല്ലൊരു കൂട്ടുകെട്ടിന് വേണ്ടി വിലപിടിപ്പുള്ള എല്ലാതും ചെലവഴിക്കാൻ ഒരു മനുഷ്യൻ സന്നദ്ധനാവുകയാണെങ്കിലും അത് കുറഞ്ഞു പോവുകയില്ല. നല്ലൊരു കൂട്ടുകെട്ടി എൻ്റെ മകന് വാങ്ങിക്കൊടുക്കാൻ വേണ്ടി, എൻ്റെ മകൾക്ക് വാങ്ങിക്കൊടുക്കാൻ വേണ്ടി അവൻ്റെ അടുക്കലുള്ള എല്ലാ വിലപിടിപ്പുള്ള സാധനങ്ങൾ അതിനുവേണ്ടി അവൻ ചിലവഴിച്ചാലും അത് കുറഞ്ഞു പോകില്ല. അത്രയും വിലപിടിപ്പുള്ള കാര്യമാണ് നല്ല കൂട്ടുകെട്ട് എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർറജുലു അലാ ദീനി ഖലീലിഹി, ഒരു മനുഷ്യൻ അവൻ്റെ കൂട്ടുകാരൻ്റെ ദീനിലാണ്. ഫല്യൻദുർ അഹദുക്കും മൻ യുഖാലിൽ, ഫല്യൻദുർ അഹദുക്കും മൻ യുഖാലിൽ, അതുകൊണ്ട് ഓരോരുത്തരും തങ്ങളുടെ കൂട്ടുകാരിലേക്ക് നോക്കിക്കൊള്ളട്ടെ. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുസാഹിബു ഇല്ലാ മുഅ്മിന, ലാ തുസാഹിബ് ഇല്ലാ മുഅ്മിന, ഒരു മുഅ്മിന് അവൻ്റെ കൂടെ അല്ലാതെ നീ കൂട്ടുകൂടാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അൽ അഖില്ലാഉ യൗമഇദിൻ ബഅദുഹും ലിബഅദിൻ അദുവ്വുൻ ഇല്ലൽ മുത്തഖീൻ, കൂട്ടുകാരെല്ലാതും അവിടെ നിന്ന് ശത്രുക്കളാണ്. ഇത് നമ്മൾ നന്നായി ചിന്തിക്കേണ്ട ആയത്താണ്. സുബ്ഹാനല്ലാഹ്, നമുക്ക് എത്ര തന്നെ നമ്മുടെ ഉമ്മയോടും ബാപ്പയോടും ബന്ധമുണ്ടായിരുന്നാലും, നമ്മുടെ ഭാര്യമാരോട് ബന്ധമുണ്ടായിരുന്നാലും, കൂട്ടുകാരെ കൊണ്ട് മാത്രം ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട്. കൂട്ടുകാരെ കൊണ്ട് മാത്രം നടത്താൻ സാധിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. പലപ്പോഴും നമുക്കുള്ളൊരു പ്രതീക്ഷ ഇന്ന കൂട്ടുകാരുണ്ടല്ലോ എന്നത് മാത്രമായിരിക്കും.
ഇത്രയേറെ നല്ല ബന്ധങ്ങളിലുള്ള കൂട്ടുകാർ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് യൗമഇദിൻ ബഅദുഹും അദുവ്വൻ യൗമഇദിൻ ബഅദുഹും ലിബഅദിൻ അദു, അവർ പരസ്പരം ശത്രുക്കളാണ്. ഇല്ലൽ മുത്തഖീൻ, ദീനിൻ്റെ കാര്യത്തിൽ പരസ്പരം സഹകരിച്ചവരൊഴികെ, തഖ്വയുടെ കാര്യത്തിൽ പരസ്പരം സഹായിച്ചവരൊഴികെ. അതുകൊണ്ട് കൂട്ടുകാരുടെ കാര്യത്തിൽ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അടുത്ത കാരണം സഹോദരങ്ങളെ, നമ്മളിലേക്ക് അശ്രദ്ധ വരാനുള്ള അടുത്ത കാരണം ജുമുഅ ഒഴിവാക്കുക എന്നുള്ളതാണ്. ഒരു പക്ഷേ ജുമുഅ ഒഴിവാക്കുക എന്ന് പറയുമ്പോൾ നമുക്കത് നമ്മോട് ബന്ധപ്പെടുത്താൻ സാധിക്കില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലയൻതഹിയന്ന അഖ്വാമുൻ അൻ വദ്ഇഹിമുൽ ജുമുഅത്ത്, ജുമുഅകൾ ഒഴിവാക്കുന്നതിൽ നിന്ന്, ജുമുഅകളെ തൊട്ട് വിട്ടു നിൽക്കുന്നതിൽ നിന്ന് ആളുകൾ ആ പ്രവൃത്തി നിർത്തിക്കൊള്ളട്ടെ. ഔ ലിയഖ്തിമന്നല്ലാഹു അലാ ഖുലൂബിഹിം, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഹൃദയങ്ങളിൽ സീൽ വെക്കുന്നതാണ്. സുമ്മ ലയകൂനന്ന മിനൽ ഗാഫിലീൻ, അങ്ങനെ അവർ അശ്രദ്ധ സംഭവിച്ച ആളുകളുടെ കൂട്ടത്തിൽ പെടുന്നതാണ്. ജുമുഅ പലപ്പോഴും നമ്മൾ ഒഴിവാക്കൂല. പലപ്പോഴും ജുമുഅക്ക് എല്ലാവരും വന്നെത്തും. 5 നേരം നിസ്കാരത്തിന് 5 നേരം പള്ളിയിൽ കാണാത്തവനാണെങ്കിലും, അല്ലെങ്കിൽ 5 നിസ്കരിക്കാത്തവനാണെങ്കിലും അവൻ ജുമുഅക്ക് വന്നിട്ടുണ്ടാകും. ഇന്നത്തെ കാലത്ത് ജുമുഅ ഒഴിവാക്കുക അതിൻ്റെ മറ്റൊരു രൂപമാണ് ജുമുഅക്ക് വന്നിരുന്നിട്ട് ഫോണിൽ കളിക്കുക എന്നുള്ളത്. ജുമുഅക്ക് വന്നിരുന്നാൽ പോലും അവൻ്റെ കയ്യിൽ നിന്ന് ഫോണ് ഒന്നും ഒഴിവായി മാറില്ല. അപ്പോഴും അവന് കാണാനുള്ളത് റീൽസാണ്, ഷോർട്സാണ്, അല്ലെങ്കിൽ ആരൊക്കെ മെസ്സേജ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയെക്കുറിച്ച് ഓർമ്മ ഉണ്ടാവുക? ആകെ ഒരാഴ്ചയിൽ അവന് കേൾക്കുന്നത്, റബ്ബിനെക്കുറിച്ച് കേൾക്കുന്നത്, റബ്ബിൻ്റെ ദീൻ കേൾക്കുന്നത് ജുമുഅ ദിവസമാണ്. ആ ദിനം പോലും അള്ളാഹുവിൻ്റെ മസ്ജിദിലേക്ക് വന്നിട്ട് പോലും അവനിങ്ങനെ പറയുന്നതിൽ ശ്രദ്ധ നൽകുന്നില്ല എന്നാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് നമ്മളിൽ ഒരു മാറ്റം ഉണ്ടാവുക? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിഭാഗം ആളുകൾ അവൻ നന്നാക്കുകയില്ല, അവൻ മാറ്റുകയില്ല. ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം, അവരിലുള്ളത് മാറ്റുന്നത് വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റുകയില്ല. ഇങ്ങനെ അവൻ അടുത്ത സ്റ്റെപ്പ് ജുമുഅ ഒഴിവാക്കുക എന്നുള്ളതാണ്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഖൽബിന് സീൽ വെക്കും. അവനങ്ങനെ അശ്രദ്ധ സംഭവിച്ച ആളുകളുടെ കൂട്ടത്തിലാവും. അടുത്ത കാരണം സഹോദരങ്ങളെ, ജമാഅത്തുകൾ ഒഴിവാക്കുക, ജമാഅത്തായി നിസ്കരിക്കാതിരിക്കുക എന്നുള്ളതാണ്. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലയൻതഹിയന്ന അഖ്വാമുൻ അൻ വദ്ഇഹിമുൽ ജമാഅത്ത്, ജമാഅത്ത് ഒഴിവാക്കുന്നതിൽ നിന്ന് ആളുകൾ പിന്മാറിക്കൊള്ളട്ടെ, അവർ ജമാഅത്തിന് വരട്ടെ. നേരത്തെ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ലയഖ്തിമന്നല്ലാഹു അലാ ഖുലൂബിഹിം, അല്ലാഹു അവരുടെ ഹൃദയങ്ങൾക്ക് സീൽ വെക്കും. സുമ്മ ലയകൂനന്ന മിനൽ ഗാഫിലീൻ, അപ്രകാരം അവർ അശ്രദ്ധ സംഭവിച്ചവരുടെ കൂട്ടത്തിലായി പോവും. അടുത്ത കാരണം സഹോദരങ്ങളെ, തൂലുൽ അമൽ, അമിതമായ പ്രതീക്ഷ, അമിതമായ ആഗ്രഹം ഉണ്ടാവുക എന്നുള്ളതാണ്. ദുനിയാവിൻ്റെ കാര്യത്തിൽ അമിതമായ ആഗ്രഹം ഉണ്ടാവുക. ചെറുതൊന്നും കിട്ടിയാൽ പോലെ വലുത് തന്നെ കിട്ടണം. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞതാണ്, ലൗ കാന ലിബ്നി ആദമ വാദിൻ മിന ദഹബ്, ഒരു ആദമിൻ്റെ സന്തതിക്ക് ഒരു താഴ്വാരം മുഴുവനായ സ്വർണം ലഭിച്ചാലും അവൻ്റെ ആഗ്രഹം അടുത്തത് ഒന്നുകൂടി ഉണ്ടാവണമെന്നാണ്. ഇങ്ങനെ അമിതമായ പ്രതീക്ഷ എന്നുള്ളത്, അമിതമായ ആഗ്രഹങ്ങൾ, ദുനിയാവിലെ വിഭവങ്ങൾക്ക് വേണ്ടിയുള്ള ആഗ്രഹങ്ങൾ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തൊട്ട് നമ്മളെ തെറ്റിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ആളുകളെ സംബന്ധിച്ച് പറഞ്ഞു, ദർഹും, നീ അവരെ വിട്ടേക്കുക, യഅകുലു വയതമത്തഉ വയുൽഹിഹിമുൽ അമൽ, അവർ അങ്ങനെ തിന്നും കുടിച്ചും ആസ്വദിച്ച് ജീവിച്ചു കൊള്ളട്ടെ, ഫസൗഫ യഅലമൂൻ, അവർ പിന്നീട് അറിയുന്നതാണ്. അമിതമായ ആഗ്രഹങ്ങൾ, അമിതമായ പ്രതീക്ഷകൾ, അത് നമ്മെ കൊണ്ടെത്തിക്കുക, അത് നേടിയെടുക്കുന്നതിലേക്കുള്ള അധ്വാനത്തിലേക്കാണ്. പ്രതീക്ഷകൾ ഒരിക്കലും നമ്മെ അവിടെ നിർത്തൂല. ആ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ
നാം നന്നായി അധ്വാനിക്കും. അങ്ങനെയുള്ള അധ്വാനവും അല്ലാഹു സുബ്ഹാനഹു വ തആല തൊട്ട് നമ്മെ തെറ്റിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ഉലമാക്കളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ശേഷമുള്ള പണ്ഡിതന്മാരും പലപ്പോഴും ദുനിയാവിനെ സംബന്ധിച്ച് നമുക്ക് ചെറുതാക്കി കാണിച്ചു തന്നിട്ടുള്ളത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കുൻ ഫി ദുനിയ കഅന്നക ഗരീബ്, നീ ഒരു അപരിചിതനെ പോലെ ആകണം ദുനിയാവിൽ. ഔ ആബിറു സബീൽ, അല്ലെങ്കിൽ വഴിയാത്രക്കാരനെ പോലെ ആകണം. ഉലമാക്കൾ പറഞ്ഞു, ദുനിയാവ് എന്ന് പറയുന്നത് ഒരു പാലം പോലെയാണ്. ആ പാലത്തിൽ ഒരിക്കലും ഒരു മനുഷ്യൻ തമ്പടിക്കൂല. ആ പാലം കടക്കാനേ അവൻ ആശിക്കുകയുള്ളൂ, പ്രയത്നിക്കുകയുള്ളൂ. അതുകൊണ്ട് ദുനിയാവിൽ അമിതമായ ആഗ്രഹങ്ങൾ ഒരിക്കലും നമുക്കുണ്ടാവരുത്. പകരം അല്ലാഹുവിൻ്റെ റസൂൽ നമ്മെ പഠിപ്പിച്ചത് ഖനാഅത്താണ്, ഉള്ളതിലുള്ള തൃപ്തിയാണ്, സംതൃപ്തനായിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അസ്ബഹ മിൻകും മുആഫൻ ഫി ജസദിഹി ആമിനൻ ഫി സിർബിഹി വഇൻദഹു ഖൂതു യൗമിഹി, ആരാണോ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചത് അവൻ്റെ ശരീരത്തിൽ അവൻ ആരോഗ്യമുള്ളവനാണ്, സൗഖ്യമുള്ളവനാണ്, രോഗങ്ങളൊന്നും അവൻ്റെ ശരീരത്തിലില്ല. ആമിനൻ ഫി സിർബിഹി, അവൻ്റെ നാട്ടിൽ അവന് നിർഭയത്വമുണ്ട്, ഭയപ്പാടോടെ ജീവിക്കേണ്ട അവസ്ഥ അവനില്ല. വഇൻദഹു ഖൂതു യൗമിഹി, അവൻ്റെ അടുക്കൽ അന്നന്ന് കഴിയാനുള്ള വിഭവങ്ങളുണ്ട്. കഅന്നമാ ഹീസത് ലഹു ദുനിയ, അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവ് ഒന്നാകെ നൽകിയതുപോലെയാണ്. ശരിയാണ്. ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് പറഞ്ഞു, ഇദാ മാ കുൻത ദാ ഖൽബിൻ ഖനൂഇൻ ഫഅൻത വമാലികു ദുനിയ സവാഉ, നിനക്ക് ഉള്ളതിൽ സംതൃപ്തിയുള്ളൊരു മനസ്സുണ്ടെങ്കിൽ, ഹൃദയമുണ്ടെങ്കിൽ, ഫഅൻത വമാലികു ദുനിയ സവാഉ, ദുനിയാവ് ഒന്നാകെ ഉടമപ്പെടുത്തിയവനും നീയും ഒരുപോലെയാണ്. കാരണം രണ്ടാക്കുള്ള സമാധാനമാണ്, അത് നിനക്കുമുണ്ട്. അതുകൊണ്ട് നമുക്ക് വേണ്ടത് അമിതമായ ആഗ്രഹങ്ങളല്ല, പകരം ഉള്ളതിൽ ഉള്ള സംതൃപ്തിയാണ്. അതുപോലെ തന്നെ നാം നേരത്തെ പറഞ്ഞതുപോലെ മുബാഹായ കാര്യങ്ങൾ, അനുവദനീയമായ കാര്യങ്ങൾ, അത് ഒരുപാട് ഉപയോഗിക്കുന്നത്, അതിലൊരുപാട് സമയം ചെലവഴിക്കുന്നത്, അതും നമ്മെ അശ്രദ്ധയിലേക്ക് കൊണ്ടെത്തിക്കുന്ന കാര്യമാണ്. അതിൽപ്പെട്ടതാണ് കസ്റത്തുൽ ലഹക്, ധാരാളമായി ചിരിക്കുക എന്നുള്ളത്. ഇന്നാളുകൾ ചിരിക്കാൻ വേണ്ടി പൈസ കൊടുക്കുന്നവരുണ്ട്. ചിരിപ്പിക്കുന്ന വല്ല കാര്യങ്ങളും കാണുകയാണെങ്കിൽ അതിലേക്കാണ് നാം ആദ്യം പോവുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലാ തുക്സിർ ദഹിക്, നീ ചിരി അമിതമാക്കരുത്. ഫഇന്ന കസ്റത ദഹിക് തുമീതുൽ ഖൽബ്, കാരണം അമിതമായുള്ള ചിരി അത് നിൻ്റെ കൽബിനെ മരിപ്പിച്ച് കളയും, നിൻ്റെ കൽബിന് ജീവനില്ലാത്തതാക്കും. പലതവണ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ചിരിയെ തൊട്ട് അള്ളാഹുവിൻ്റെ റസൂൽ പലതവണ നമ്മെ അകറ്റിയിട്ടുണ്ട്. പകരം നമ്മെ അടുപ്പിച്ചത് കരച്ചിലേക്കാണ്, അള്ളാഹുവിന് വേണ്ടി കരയുക എന്നുള്ളതിലേക്കാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ തഅലമൂന മാ അഅലം, ഞാൻ അറിഞ്ഞതെങ്ങാനും നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, ലളഹിക്തും ഖലീലൻ വലബകൈതും കസീറാ, നിങ്ങൾ കുറച്ച് മാത്രം ചിരിക്കുകയും ധാരാളം കരയുകയും ചെയ്തേനെ. നമ്മളുടെ മുൻഗാമികളുടെ മാതൃക അതാണ്. അവർ ധാരാളം കരഞ്ഞവരാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരച്ചിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. സൂറത്തുൻ നിസാ അദ്ദേഹം പാരായണം ചെയ്തു തുടങ്ങി. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിലായത്തെത്തിയപ്പോൾ ഇബ്നു അബ്ബാസിനോട് നിർത്താൻ പറഞ്ഞു. ഇബ്നു അബ്ബാസ് പറയാണ്, ഞാൻ അള്ളാഹുവിൻ്റെ റസൂലിലേക്ക് നോക്കിയപ്പോൾ ഫൈദാ ഹുവ ഐനാഹു തദ്രിഫാൻ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കണ്ണുനീർ തുള്ളികളാൽ ഒഴുകുകയാണ്. അതുപോലെ തന്നെ സഹാബാക്കൾ, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, അള്ളാഹുവിൻ്റെ റസൂലെ, അബൂബക്കറിനോട് ഇമാം നിൽക്കങ്ങൾ പറയരുത്, പകരം ഉമറിനോട് നിൽക്കങ്ങൾ പറയണം. അബൂബക്കറിനോട് നിങ്ങൾ പറയരുത് ഇമാം വെക്കാൻ. കാരണം എന്താണ്?
ഫഇന്നഹു റഖീഖുൽ ഖൽബ്, അദ്ദേഹം ലോലമായ ഹൃദയത്തിൻ്റെ ഉടമയാണ്. ഫഇദാ ഖറഅ, അദ്ദേഹം ഖുർആൻ പാരായണം ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ലാ യസ്മഉ നാസു ഖിറാഅതഹു മിനൽ ബുകാ, അദ്ദേഹത്തിൻ്റെ കരച്ചിൽ കാരണം ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഖിറാഅത്ത് കേൾക്കുകയില്ല, അദ്ദേഹത്തിൻ്റെ ഖുർആനിൻ്റെ പാരായണം കേൾക്കുകയില്ല. ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയപ്പെട്ടത് കരഞ്ഞ് അദ്ദേഹത്തിൻ്റെ കണ്ണിന് താഴെ പാടുണ്ടായിരുന്നു എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങൾ, അമിതമായി ചിരിക്കുക എന്നുള്ളതും നമ്മെ അശ്രദ്ധയിലേക്ക് ചെന്നെത്തിക്കുന്ന കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനനുസരിച്ച് ജീവിക്കാൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. حي على الصلاة، حي على الصلاة، حي على الفلاح، حي على الفلاح. الله أكبر، الله أكبر، لا إله إلا الله. ഇത്രയും കാര്യങ്ങളാണ് സഹോദരങ്ങളെ ഗഫ്ലത്ത് നമ്മളെ ബാധിക്കാനുള്ള കാരണങ്ങൾ. ശരി, ഗഫ്ലത്ത് വരാതിരിക്കാൻ നാം എന്താണ് ചെയ്യേണ്ടത്? ഗഫ്ലത്ത് വരാതിരിക്കാൻ 4 കാര്യങ്ങൾ ഞാൻ പറയാം. 4 കാര്യങ്ങൾ. ഒന്നാമത്തേത് നിസ്കാരം മുറ പോലെ നിർവഹിക്കുക. നിസ്കാരം മുറ പോലെ നിർവഹിക്കുക. നിസ്കാരം നിർവഹിക്കുക എന്ന് പറയുമ്പോൾ നിസ്കാരം അതിന് മുന്നേ തുടങ്ങുന്ന കാര്യമാണ്. നിസ്കാരത്തിലേക്ക് ആശ ഉണ്ടാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായിട്ടുള്ള സംസാരമാണ് ഞാൻ നടത്താൻ പോകുന്നത് എന്ന ചിന്ത ഉണ്ടാവുക. നിസ്കാരത്തിൻ്റെ കാര്യം സത്യം പറഞ്ഞ രസമാണ്. അത് അള്ളാഹുവിൻ്റെ റഹ്മത്താണ്. നോക്കൂ, നിസ്കാരമില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായേനെ? നാം രാവിലെ അങ്ങാടിയിലേക്ക് ഇറങ്ങി, അല്ലെങ്കിൽ നമ്മുടെ തിരക്കുകളിലേക്ക് ഇറങ്ങി, അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മറന്നു വരുന്ന സന്ദർഭത്തിലാണ് നാം അള്ളാഹുവിൻ്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുന്നത്, അള്ളാഹുവിൻ്റെ ദിക്റിലേക്ക് നാം വന്നണയുന്നത്. ഇങ്ങനെ സത്യം പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊരിക്കലും അള്ളാഹുവിൻ്റെ തക്ലീഫല്ല, അള്ളാഹു ചെയ്യാൻ നിർബന്ധിച്ചത് കൊണ്ട് ചെയ്യേണ്ട ഒന്നല്ല. അത് അള്ളാഹുവിൻ്റെ റഹ്മത്താണ്, അള്ളാഹുവിൻ്റെ കാരുണ്യമാണ്. നിസ്കാരമില്ലാത്ത ആളുകളെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അവർക്കാകെ അവരുടെ ഇലാഹ് എന്ന് പറയപ്പെടുന്ന ആളുകളെ ഓർമ്മയുള്ളത് ആഴ്ചയിൽ ഒരു ദിനാണ്. ഒന്നുകിൽ
ഞായറാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ച. നമുക്കാകട്ടെ ഒന്ന് അള്ളാഹുവിൽ നിന്ന് ചിന്ത തെറ്റുന്നുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോഴേ കഴുത്ത് നിസ്കാരം വരികയാണ്. ഇത് അള്ളാഹുവിൻ്റെ റഹ്മത്താണ്. അള്ളാഹുവിൻ്റെ പള്ളിയിലേക്ക് നാം വരുന്നു, മസ്ജിദിലേക്ക് നാം വരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ നിസ്കരിക്കുമ്പോൾ എപ്പോഴും നമ്മുടെ ഖൽബ് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം. ഖിബ്ലയിലേക്ക് നിൽക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഖിബ്ലയാണ് കഅബയുടെ ഭാഗം. ഖൽബിൻ്റെ ഖിബ്ല അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ശരീരം എപ്രകാരം കഅബയിലേക്ക് തിരിച്ചു വെക്കുന്നുണ്ടോ അപ്രകാരം ഖൽബിനെ നാം അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് തിരിച്ചു വെക്കണം. മറ്റെല്ലാ ദിശകളെ തൊട്ടും എപ്രകാരം ശരീരത്തെ നാം ആ ഭാഗത്തേക്ക് മാത്രമാക്കി വെക്കുന്നുണ്ടോ അതുപോലെ തന്നെ ഖൽബിനെ മറ്റെല്ലാ തിരക്കുകളെ തൊട്ടും മാറ്റി നിർത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന ദിശയിലേക്ക് മാറ്റി വെക്കണം. അല്ലാഹു അക്ബർ, അല്ലാഹു ആണ് ഏറ്റവും വലിയവൻ എന്ന് പറയുന്നതോടുകൂടി അതിന് താഴെയുള്ള എല്ലാത്തിനോടും നാം വിട പറഞ്ഞിരിക്കണം. ഇങ്ങനെ നിസ്കരിക്കുന്ന ഒരു മുഅ്മിൻ അവന് പിന്നെ എങ്ങനെയാണ് അശ്രദ്ധ ഉണ്ടാവുക? അതുകൊണ്ടാണ് പലർക്കും പണ്ഡിതന്മാർക്ക് സലഫുകൾക്ക് 300-500 റക്അത്തുകൾ നിസ്കരിക്കാൻ സാധിച്ചത്. ഇമാം അഹ്മദിനെ കുറിച്ചെല്ലാം പറയപ്പെടുന്നത് 300ഓളം റക്അത്തുകൾ ദിനേന അദ്ദേഹം നിസ്കരിക്കാറുണ്ടായിരുന്നെന്നാണ്. ഇബ്നു ഖുദാമ റഹിമഹുല്ലാഹ് അദ്ദേഹത്തെക്കുറിച്ചും ഇപ്രകാരം അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ ഒന്നതായി കാണാം. ഇൽമു കൊണ്ട് സമയത്ത് ഉപയോഗപ്പെടുത്തിയ ആളുകളാണ്. ജനങ്ങളെ പഠിപ്പിക്കാനുണ്ട്, പഠിച്ചത് വീണ്ടും ആവർത്തിക്കാനുണ്ട്. ഇതിൻ്റെ എല്ലാം ഇടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി ഇത്രയും റക്അത്തുകൾ നിസ്കരിക്കാൻ അവർ സമയം കണ്ടെത്തിയിരുന്നു. കാരണം നിസ്കാരത്തിൽ അവർ ആസ്വാദനം കണ്ടെത്തി. സുജൂദിലേക്ക് പോകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് അവർ ഓർക്കും. അഖറബു മാ യകൂനുൽ അബ്ദു മിൻ റബ്ബിഹി, തൻ്റെ റബ്ബിനോട് അടിമ ഏറ്റവും അടുത്ത് വെക്കുന്ന സന്ദർഭം വഹുവ സാജിദ്, അവൻ സുജൂദിൽ കിടക്കുന്ന സന്ദർഭമാണ്. റബ്ബിനോട് സംസാരിച്ച് മതി വരൂല. ഇത് മനസ്സിലാക്കിയൊരു മുഅ്മിൻ. പലർക്കും സുജൂദിൽ നിർണ്ണയിക്കാൻ താമസം ഉണ്ടാവും. അതുകൊണ്ടാണ് റബ്ബിനോട് കാര്യങ്ങൾ പറയാണ്. നിസ്കാരത്തിൻ്റെ കാര്യം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അശ്രദ്ധ ഒരു ശതമാനം നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കും. രണ്ടാമത്തെ സഹോദരങ്ങളെ ഖുർആനിൻ്റെ പാരായണമാണ്. ദിനേന ഖുർആനിൻ്റെ പാരായണം അതിൻ്റെ ഒരു ഭാഗം നമുക്കുണ്ടായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഇറക്കി നൽകിയത് ഭാഗങ്ങളായിട്ടാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, കുഫാറുകൾ ചോദിക്കുന്നു, ലൗല നുസ്സിലൽ ഖുർആനു ജുംലതൻ വാഹിദ, എന്തേ ഖുർആൻ ഒട്ടാകെ നിൻ്റെ റബ്ബ് ഇറക്കാനത്? റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, കദാലിക, നാം അപ്രകാരം ചെയ്തത് ലിനുസബ്ബിത ബിഹി ഫുആദക, നിൻ്റെ ഹൃദയത്തെ പിടിച്ചു നിർത്താൻ വേണ്ടിയാണ്. ഖുർആനിൻ്റെ പാരായണം അത് ദിനേന കുറച്ചാണെങ്കിലും നമ്മുടെ ഹൃദയത്തെ പിടിച്ചു നിർത്തും. അതിൻ്റെ അർത്ഥം അറിഞ്ഞുകൊണ്ട് പാരായണം ചെയ്യാൻ നാം ശ്രദ്ധിക്കണം. പല ഉലമാക്കളും മരിക്കാൻ കിടക്കുന്ന നേരത്ത് തൻ്റെ അടുക്കൽ നിന്ന് മകൾ കരയുകയാണ്. അപ്പോൾ വാപ്പ പറഞ്ഞു കൊടുക്കുകയാണ്, നീ കരയേണ്ട ആവശ്യമില്ല, വീടിൻ്റെ ഇന്ന കോണ് കണ്ടല്ലോ, അവിടെ വെച്ച് നിൻ്റെ വാപ്പ 80,000 തവണ ഖുർആൻ ഖത്മ ചെയ്തിട്ടുണ്ട്, ഖുർആൻ മുഴുവനായി ഓതി തീർത്തിട്ടുണ്ട്. എത്ര ഖത്മ നമ്മൾ ചെയ്തിട്ടുണ്ടാകും? ആകെ ഖത്മിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുക റമദാനിൽ മാത്രം. അതന്നെ ഒരു ഖത്മ തീർക്കാൻ പെടുന്ന പാട് പറഞ്ഞറിയിക്കേണ്ടതാണ്. ഒരു മാസം കൊണ്ടെങ്കിലും ഖുർആൻ്റെ ഖത്മ തീർക്കാൻ നമ്മെക്കൊണ്ട് സാധിക്കണം. അല്ലെങ്കിൽ ഖുർആൻ ഹജ്ർ ചെയ്തവരുടെ കൂട്ടത്തിലായി പോകും. അള്ളാഹുവിൻ്റെ റസൂൽ പരാതി പറയുന്നവരുടെ കൂട്ടത്തിൽ. യാ റബ്ബി, എൻ്റെ റബ്ബേ,
ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ, എൻ്റെ ഖൗമ് ഖുർആനിനെ ഹജർ ചെയ്തിരിക്കുന്നു, അവഗണിച്ചിരിക്കുന്നു റബ്ബേ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പരാതി പറയുന്നവരുടെ കൂട്ടത്തിലായി പോകും. അതുകൊണ്ട് ഒരു മാസം ഒരു ഖതമെങ്കിലും നമുക്ക് ഉണ്ടായിരിക്കണം. അള്ളാഹുവാണ് സത്യം. ഖുർആൻ ഏകാന്തത അനുഭവപ്പെടുന്നവൻ്റെ അനീസാണ്, അവൻ്റെ ഏകാന്തത പോക്കുന്ന കാര്യമാണ്, അവനിൽ നിന്ന് ഏകാന്തത വലിച്ചെടുക്കുന്ന കാര്യമാണ് ഖുർആൻ എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ കലാം പാരായണം ചെയ്യുമ്പോൾ നമുക്ക് മാധുര്യമുണ്ടാകും. രണ്ടാമത്തെ കാര്യം ഖുർആനിൻ്റെ പാരായണമാണ്. മൂന്നാമത്തേത് സഹോദരങ്ങളെ ഇത്തരത്തിലുള്ള മജ്ലിസുകളാണ്. ഹംദല റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരിക്കൽ തൻ്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. എന്തോ പ്രയാസം അദ്ദേഹത്തിന് ബാധിച്ചതുപോലെയുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ അവസ്ഥ ചോദിച്ചു. ഹംദല പറഞ്ഞു, നാഫഖ ഹംദല മുനാഫിഖായിരിക്കുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്തേ അങ്ങനെ പറയാൻ കാരണം? ഹംദല പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കലായിരിക്കുമ്പോൾ കഅന്നമാ നറൽ ജന്നത വന്നാർ, സ്വർഗവും നരകവും കൺമുന്നിൽ കാണുന്നത് പോലെയുണ്ട്. എന്നാൽ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അതൊക്കെ മറക്കുന്നുണ്ട്. അബൂബക്കർ പറഞ്ഞു, എങ്കിൽ ഞാനും മുനാഫിഖായിട്ടുണ്ട്. അവിടെ ഹംദല പറഞ്ഞു, നോക്കൂ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കലായിരിക്കുമ്പോൾ സ്വർഗവും നരകവും മുന്നിൽ കാണുന്നത് പോലെ. അള്ളാഹുവിൻ്റെ റസൂൽ എന്താ പറഞ്ഞു കൊടുക്കണത്? ഖുർആൻ്റെ ആയത്താണ്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസുകളാണ്. ഇൽമിൻ്റെ മജീസുകളിൽ വന്നിരിക്കുമ്പോൾ ഈമാൻ വർദ്ധിക്കും. എന്തെല്ലാം കാര്യങ്ങളാണ് വിട്ടു നിർത്തേണ്ടത്, എന്തെല്ലാം കാര്യങ്ങളിലാണ് ഞാൻ ശ്രദ്ധിക്കേണ്ടത് എന്ന് നമുക്ക് ബോധ്യം ഉണ്ടാവും. അതുകൊണ്ട് ഇൽമിൻ്റെ മജീസുകളിൽ പങ്കെടുക്കാനും നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മൂന്നാമത്തെ സഹോദരങ്ങളെ മരണത്തെക്കുറിച്ചുള്ള ആലോചനയാണ്. ദുനിയാവിൻ്റെ നശ്വരത മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഏതുവരെയാണ് നമ്മെ ഗഫ്ലത്ത് കൊണ്ടെത്തിക്കുക? ഈ ഗഫ്ലത്തിൻ്റെ അവസാനം ഏതുവരെയാണ്? ഇങ്ങനെ സമയം കൊന്ന് സമയത്തെ പാഴാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യത്തിൽ, അവനെ തൃപ്തിപ്പെടുത്താത്ത കാര്യത്തിൽ നാം സമയം ചെലവഴിച്ച് അവസാനം എത്തുന്ന എവിടെയാണ്? അവസാനത്ത് നമുക്കുള്ള മുന്നറിയിപ്പ് കാരണം മരണമാണ്. മരണത്തെക്കുറിച്ച് ധാരാളം ചിന്തിക്കുക, അത് ചിന്തിക്കുന്നവരുടെ കൂടെ ആയിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഖ്തറബൽ വഅദുൽ ഹഖ്, ആ ന്യായമായ കാര്യം, സത്യമായ കാര്യം അവരിലേക്ക് വന്നെത്തുമ്പോൾ ഫഇദാ ഹിയ ശാഖിസത്തുൻ അബ്സാറുൽ ലദീന കഫറു, അവരുടെ കണ്ണുകൾ തെറ്റിപ്പോകും. യാ വൈലനാ ഖദ് കുന്നാ ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ, അവിടെ വെച്ചാണ് അവർ പറയുക, യാ വൈലനാ, ഞങ്ങളുടെ നാശമേ, ഖദ് കുന്നാ ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ, ഇത്തരത്തിലൊരു രംഗം, ഇത്തരത്തിലൊരു സന്ദർഭം എന്നിലേക്ക് വരാനുണ്ട് എന്നതിനെ തൊട്ട് ഞാൻ അശ്രദ്ധയിലായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഖാഫിൽ മരണത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു അവസാനം പറയുന്നത്, ലഖദ് കുൻത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ, ഈ ഒരു കാര്യത്തെ തൊട്ട് നീ അശ്രദ്ധയിലായിരുന്നു. ذلك ما كنت منه تحيد, ഏതൊരു കാര്യത്തിൽ നിന്നായിരുന്നു നീ ഓടി അകലാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്, ആ കാര്യമാണ് നിന്നിലേക്ക് വന്നെത്തിയത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ അശ്രദ്ധ, അതിൽ നിന്ന് നമ്മെ തട്ടി ഉണർത്തുന്ന, നമുക്ക് ഉണർവ് നൽകുന്ന അവസാനത്തെ നമ്മുടെ മുന്നറിയിപ്പുകാരൻ നമ്മുടെ മരണമായിക്കൂടാ. അതിനു മുന്നേ നാം ഉണരേണ്ടതുണ്ട്. സമയങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി ചിലവഴിക്കേണ്ടതുണ്ട്. അള്ളാഹുവിന് വേണ്ടിയുള്ള കർമ്മങ്ങളാൽ ജീവിതത്തെ ധന്യമാക്കേണ്ടതുണ്ട്. സുന്നത്തുകൾ ധാരാളം പ്രവർത്തിച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ കിതാബ് ധാരാളം പാരായണം ചെയ്തുകൊണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആല ധാരാളം സ്മരിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് നാം മടങ്ങേണ്ടതുണ്ട്. അവസാനം ചെന്നെത്തുന്ന മരണം അതാവരുത് നമ്മെ അശ്രദ്ധയിൽ നിന്ന് തട്ടി ഉണർത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രോഗത്തെ തൊട്ടും
നമ്മുടെ ഹൃദയങ്ങളെ ബാധിക്കുന്ന മറ്റുള്ള രോഗങ്ങളെ തൊട്ടും നമുക്ക് ആഫിയത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി കർമ്മങ്ങൾ ചെയ്യാൻ അവൻ നമ്മെ സഹായിക്കുമാറാകട്ടെ. ഹറാമുകൾ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കുമാറാകട്ടെ. അവസാനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഹീദിൻ്റെ വാക്യം ഉച്ചരിച്ചുകൊണ്ട് അവനിലേക്ക് മടങ്ങാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അഖൂലു മാ തസ്മഊൻ വസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.